ഞാനിത് പിടിച്ചേക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണെന്നല്ലേ. ഇതിനെക്കുറിച്ച് പറയാനല്ല, ഞാൻ എൻ്റെ നോർമലി സേഫ്റ്റി പിൻസൊക്കെ കീപ്പ് ചെയ്യുന്ന ഇതിനകത്താണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്പ് ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് സേഫ്റ്റി പിൻസ് എത്ര എണ്ണം നമുക്ക് ഉപയോഗിക്കണം, മാക്സിമം എത്ര എണ്ണം ഉപയോഗിക്കാം, മിനിമം എത്ര എണ്ണം ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. അപ്പോൾ നമ്മുടെ ടിപ്പ് ഓഫ് ദ വീക്ക് എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ സന്തോഷം കേട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്, ടിപ്പ് ഓഫ് ദ വീക്ക് നല്ല ഉപകാരമാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസും വാട്സപ്പിൽ മെസ്സേജൊക്കെ വരുന്നുണ്ട് കേട്ടോ, താങ്ക്സ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാ വീക്കും ടിപ്പ് ഓഫ് ദ ഡേ എന്നുള്ള ടിപ്പ് ഓഫ് ദ വീക്ക് ആക്കിയിട്ടുണ്ട്. സൺഡേസ് ആയിരിക്കും നമ്മളെല്ലാ സൺഡേസും ഒരു ടിപ്പ് പറഞ്ഞുതരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉള്ളവരും ഡ്രേപ്പിസ്റ്റുകളും ഒക്കെ ഉണ്ടാവും വീഡിയോസ് കാണുന്നവർ. അപ്പം നിങ്ങളുടെ അറിവുകളും ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുക, കമൻറ്റിൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എത്ര സേഫ്റ്റി പിൻസ് വേണം നമുക്ക് സാരി ഉടുക്കാനായിട്ട്, എത്ര സേഫ്റ്റി പിൻസ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാരി എപ്പോഴും ഡ്രേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. എപ്പോഴും നമ്മൾ മിനിമം സേഫ്റ്റി പിൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും സാരിക്ക് നല്ലത്. കാരണം എപ്പോഴും നമ്മൾ സാരി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനല്ലേ നമുക്കിഷ്ടം. അപ്പോൾ ഒരുപാട് പിന്നുകൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ക്യാരി ചെയ്യാനായിട്ട്. ഈ സാരി ഉടുത്ത് നടക്കാനും എടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതേസമയം ഒരു ബ്രൈഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ സിംപ്ലി ഒന്ന് ചെയറിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എത്ര പിന്ന് കുത്തിയാലും അങ്ങനെ തന്നെ ഇരിക്കും. അല്ലാതെ നമ്മൾ ഉടുക്കുമ്പോൾ എന്തായാലും നമ്മൾ നടക്കേണ്ടി വരും, ഇരിക്കേണ്ടി വരും, കൈ വെക്കേണ്ടി വരും, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സാരി എന്തായാലും പ്രശ്നം. അപ്പോൾ പിന്ന് കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉടുക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമെങ്കിലും പിന്നെ അവിടെ എവിടെയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഇതെല്ലാം നീങ്ങിപ്പോവും, ആകെ കുളമാവും. അതിലും നല്ലത് ഈസി ആയിട്ട് സിംപ്ലി 2-3 പിന്നിൽ, അതായത് മിനിമം ഒരു പിന്ന്, മാക്സിമം നിങ്ങളൊരു 3 to 4 പിന്ന് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. എല്ലായിടത്തും പിന്ന് ചെയ്ത് വെക്കരുത് കേട്ടോ. അപ്പം മിനിമം 1 പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 ലെയർ ഇടുകയാണെങ്കിൽ ഇവിടെ മാത്രം ഒരു പിന്നിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി സാരി ഡ്രേപ്പ് ചെയ്യാൻ ഒരു പാടുമില്ല. സിംപ്ലി ഡ്രേപ്പ് ചെയ്ത് പോവുക. ഇതിങ്ങനെ നമ്മൾ കെയർ ചെയ്തിരിക്കുകയേ വേണ്ട. സിംപ്ലി ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ 1 ലെയർ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് പിടിച്ച് കിടക്കും. ബാക്കിയൊന്നും പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പ്ലീറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ ഇവിടെ എന്തായാലും ഒരു പിന്ന് വേണം. ആ പിന്ന് കുത്തുന്നതിലും നല്ല ശ്രദ്ധിച്ച് വേണം കുത്താനായിട്ട്. ഒത്തിരി ബാക്കിൽ കൊണ്ട് കുത്തിയാലും പ്രശ്നമാണ്, ഒത്തിരി ഇവിടെ കൊണ്ട് കുത്തിയാലും പ്രശ്നമാണ്. കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ തന്നെ നമ്മുടെ ഷോൾഡർ വരുന്ന ഈ ഒരു പൊസിഷനിൽ തന്നെ കുത്തുവാണെങ്കിൽ സാരി നല്ല നീറ്റായിട്ട് ഇരിക്കും നമുക്ക്. അപ്പോൾ നമ്മളിവിടെ പ്ലീറ്റ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പോർഷൻ നല്ല നീറ്റായിട്ട് ഇങ്ങനെ തന്നെ ഇരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങനെ കയറിയും പോകില്ല, ഇറങ്ങിയും വരത്തില്ല. പിന്നെ സാരി എപ്പോഴും ഉടുക്കുമ്പോൾ നമുക്ക് എല്ലാ ലേഡീസിനും വരുന്നൊരു പ്രശ്നമാണ്, ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് കയറിപ്പോവും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ആക്കിയിടും. ചില സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വീഡിയോസ് ആ ഒരു ക്ലിപ്പിങ് മാത്രം എടുത്ത് വീഡിയോ ഇട്ട് ട്രോൾ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്യും. നമ്മളാണെങ്കിൽ പോലും ഈ ഒരു പ്ലീറ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇട്ട് പോകും. കാരണം വേറെ ഒന്നും അല്ലാതെ നമ്മൾ ഇവിടെയും ഈ ബാക്കും കൂടെ ആയിട്ട് ടൈറ്റായിട്ട് നമുക്ക് ശ്വാസം കിട്ടും. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്ലീറ്റ് നമ്മളിങ്ങനെ ഇടുന്നത്. നമ്മുടെ കംഫർട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത് ഇങ്ങനെ ഇടുമ്പോഴാണ് കുറച്ച് കംഫർട്ടബിൾ. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ അങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പോൾ അത് ഒരു പ്രശ്നമല്ല, നമ്മുടെ കംഫർട്ടാണ് നമ്മൾ നോക്കേണ്ടത്. എപ്പോഴും നമ്മൾ ആ ഒരു പ്ലീറ്റ് കുറച്ചിങ്ങനെ ഇടുമ്പോഴാണ് നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുക. പിന്നത്തെ ഒരു പിന്ന് കുത്തേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലീറ്റ് എടുക്കില്ലേ, ഈ ഒരു പ്ലീറ്റ് എടുത്തിട്ട് കുറച്ച് താത്തിയിട്ട് ഇതിനകത്തേക്ക് നമ്മളൊരു പിൻ ചെയ്യാറുണ്ട്. ആ ഒരു പിന്നാണ് ഈ ഒരു ഷേപ്പ് നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോർമൽ പ്ലീറ്റ്സ് എടുത്ത് കുത്തി കഴിഞ്ഞിട്ട് ഈ അകത്തുള്ള പീസ് നമ്മൾ അകത്തേക്ക് എടുത്ത് കുത്തണം. നിങ്ങൾ ഡ്രേപ്പിംഗ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോഴാണ് ഈ ഒരു പ്ലീറ്റ് നമുക്ക് നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇപ്പം എല്ലാവരും കുറേ പ്ലീറ്റ്സ് എടുത്തിട്ടൊക്കെ കുത്താൻ എനിക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സിമ്പിളായിട്ട് തന്നെയാണ് ഉടുക്കാറ്. പിന്നത്തെ ഒരു പ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലീറ്റിങ്ങിൽ ഞാനിവിടെ ഒരു പിന്ന് കുത്താറുണ്ട്, ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നത്തെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ 2 പിന്നായില്ലേ, ഇവിടെ ഒരു പിന്നും മസ്റ്റായിട്ട് നമുക്ക് വേണ്ടതാണ്. 1 ലെയർ ഇടുമ്പോൾ ഈ ഒരു പിന്ന് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് ഈ ഒരു ഷേപ്പ് നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ ലെയർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിടുമല്ലേ. പിന്നത്തെ ഒരു പിന്ന് വേണ്ടതെന്ന് വെച്ചാൽ വയറ് കാണുന്ന ചിലർക്ക് പ്രോബ്ലമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു പ്ലീറ്റ് എടുത്തിട്ട് മുകളിൽ ബ്ലൗസുമായിട്ട് കുത്തി വെക്കാറുണ്ട്. അത് ഭയങ്കര വൃത്തികേടാണ് കേട്ടോ ആക്ച്വലി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സാരിയുടെ 2nd പ്ലീറ്റ് എടുക്കുക. അത് ഇപ്പം ഞാനിവിടെ കണ്ടോ ബ്ലൗസിൽ കുത്തി വെച്ചേക്കുക, ഇതിനകത്തേക്ക് കുത്തി വെച്ചേക്കുക. ഈ പ്ലീറ്റ് തന്നെ നമുക്കിത് ഇവിടുത്തെ ഈ എൻ പോർഷനുമായിട്ട് കുത്തിവെച്ചാൽ ഇവിടെ ഇങ്ങനെ കവറായിട്ട് നിൽക്കും. അങ്ങനെ വയറ് കാണണ്ടെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ 4 പിന്നാണ് ഇതിൽ 5 പിന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 4 to 5 പിന്ന്. അപ്പോൾ വയറിങ്ങനെ ഇത് കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഈ 2 പിന്നും
ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും 3 പിൻസ് മതി. മാക്സിമം പിന്നുകൾ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഫ്രീ ആയിട്ട് സാരി ഉടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റും. എന്തെങ്കിലും അഭിപ്രായം, ഇന്ന് ഇച്ചിരി വീഡിയോ ലെങ്തി ആയിപ്പോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിൽ പറഞ്ഞു കേട്ടോ. നമുക്ക് ഓരോ ദിവസം ഓരോന്നോരോന്നായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്.